500 രൂപ കിട്ടണമെങ്കിൽ സ്ഥിരം ഇറങ്ങണം. 1400. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു സൊമാറ്റോ വ്ളോഗിൽ എല്ലാവർക്കും സ്വാഗതം. തമ്പനയിൽ കണ്ടതുപോലെ ഗൈസ്, എൻ്റെ ഇൻസെൻറ്റീവ് കുറച്ചായിരുന്നു. ഈ കൊല്ലത്ത് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഫുൾ ഇൻസെൻറ്റീവ് ഉണ്ട്, പിന്നെ കുറഞ്ഞ ഇൻസെൻറ്റീവ് ഉണ്ട്. സ്ഥിരം ഓടുന്നവർക്ക് ഫുൾ ഇൻസെൻറ്റീവ് 500 രൂപയുണ്ട് ഗൈസ്. ഇവിടെ 500 രൂപയാണ് ഇൻസെൻറ്റീവ്. എനിക്ക് തോന്നുന്നു 500 ഇൻസെൻറ്റീവ് ഉള്ള കേരളത്തിലെ അപൂർവ സ്ഥലങ്ങളാണോ തിരുവനന്തപുരം, കൊല്ലം, മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എറണാകുളത്ത് ഇടയ്ക്കിടയ്ക്ക് വരും, ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് 350 ആയിരുന്നു, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് 500 രൂപ അവർ ഇൻസെൻറ്റീവ് ഇടുമായിരുന്നു. ഞായറാഴ്ചയൊക്കെ ഇൻസെൻറ്റീവ് വന്നു, ചില സമയത്ത് 600 രൂപ ഇടും. അങ്ങനെയൊക്കെ ആയിരുന്നു എറണാകുളത്ത്. പക്ഷെ ഇവിടെ കൊല്ലത്ത് സ്ഥിരം 500 രൂപയാണ്. 500 രൂപ കിട്ടണമെങ്കിൽ സ്ഥിരം ഇറങ്ങണം. സ്ഥിരം ഇറങ്ങുന്നവർക്ക് 500 രൂപയാണ് ഇൻസെൻറ്റീവ്. അതായത് 2 ആഴ്ച ഇറങ്ങാതിരുന്നാൽ അത് 350 കുറയും. പക്ഷെ പിന്നെ അത് കൂട്ടണമെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഏറ്റവും കുറഞ്ഞത് 40 മണിക്കൂർ, ഇപ്പോൾ തൊട്ട് 40 മണിക്കൂർ വരെ 2-3 ആഴ്ച വർക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് ഏകദേശം 2 ആഴ്ച, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ട ഇത്തിക്കരയിലാണ് ഗൈസ്, സുന്ദരമായി ഒഴുകുന്ന ഇത്തിക്കര. അതായത് എനിക്കിപ്പം 350 ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. 2 ആഴ്ച 350 ആയിരുന്നു. പക്ഷേ 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തതിനെ കൊണ്ട് ഈ ആഴ്ച എനിക്ക് 500 ആയിട്ടുണ്ട്. എനിക്ക് 500 രൂപ ആയിട്ടുണ്ട് ഗൈസ് ഈ ആഴ്ച. അങ്ങനെ ഇന്ന് 500 രൂപയാണ് ഇൻസെൻറ്റീവ്. നമുക്ക് എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം. പിന്നെ പറയാനുള്ളത്, കൊല്ലത്ത് അങ്ങനെയാണ് ഗൈസ്. ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് 2 ടൈപ്പിലുണ്ട്. എനിക്കൊന്ന് തിരുവനന്തപുരത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു. പാർട്ട് ടൈം ആയിട്ട് ഇറങ്ങുന്നവർക്ക് വേറെ ടൈപ്പ് ഇൻസെൻറ്റീവാണ്. അപ്പോൾ സ്ഥിരം ഇറങ്ങുന്നവർക്ക് വേറെ ഇൻസെൻറ്റീവാണ്. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്നവർക്ക് വേറെ ഇൻസെൻറ്റീവാണ്. അങ്ങനെ പലതരത്തിലുള്ള ഇൻസെൻറ്റീവാണ്. പക്ഷേ ഈ 350 രൂപ ഇൻസെൻറ്റീവ് ഉള്ള ദിവസം എനിക്ക് ഫുള്ള് അടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇറങ്ങിയ ദിവസം എല്ലാം ഫുള്ളായിരുന്നു. കഴിഞ്ഞ ആഴ്ച 3 ദിവസം ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഈ ഞായറാഴ്ച ഇവിടെ സമരമായിരുന്നു ഗൈസ്. സമരം, സൂചന പണി മുടക്കായിരുന്നു ഈ ഞായറാഴ്ച. അതുകൊണ്ട് ശനി ഞായർ ഞാൻ ഇറങ്ങിയില്ല, എനിക്ക് വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ശനി ഞായർ ഞാൻ ലീവ് കൊടുത്തിട്ടാണ് ഇറങ്ങിയത്. ഇപ്പോൾ ലീവൊക്കെ നമുക്ക് സൊമാറ്റോ കൊടുക്കാൻ പറ്റും. ഞാൻ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത്. അതിനെക്കുറിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻസെൻറ്റീവ് തിരിച്ച് കിട്ടി ഗൈസ്. എനിക്ക് 500 രൂപ ആയിരിക്കുകയാണ് ഇൻസെൻറ്റീവ്. 350 രൂപയിൽ നിന്ന് 500 ആയിട്ടുണ്ട്. 2 ആഴ്ച എനിക്ക് 350 ആയിരുന്നു. ആ 350 ഉള്ളപ്പോൾ 19 ഓർഡർ എടുക്കണം 350-ന്. ആ 19 ഓർഡർ മിക്കുള്ള ദിവസവും കിട്ടുമായിരുന്നു. പക്ഷേ ഇന്നലെ 500 രൂപയുടെ ഇൻസെൻറ്റീവ് ആയിരുന്നു. ഇന്നലെ എനിക്ക് 15 ഓർഡറേ വന്നുള്ളൂ. എന്നെ ഈ കൊല്ലം ജില്ല മൊത്തം ഇട്ട് ഓട്ടിച്ച്. അത്രത്തോളം വലിയ ഓർഡേഴ്സ് ആയിരുന്നു എനിക്ക് തന്നത്. ലോങ് മിക്കുള്ളത് ലോങ് ആയിരുന്നു. പണ്ടാരടങ്ങി എൻ്റെ ബൈക്കും മടുത്ത് ഞാനും മടുത്ത്. 15 ഓർഡർ കിട്ടിയപ്പോൾ ഇന്നലെ ഏകദേശം 1200 1180 അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്രത്തോളം ലോങ് ആയിരുന്നു. 15 ഓർഡറിന് 200 രൂപയായിരുന്നു ഇൻസെൻറ്റീവ്. എന്നിട്ട് 1200 രൂപയുടെ അടുത്ത് കിട്ടി. അത്രത്തോളം ലോങ് ആയിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇനി എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം. ഇന്ന് ഞാൻ ഇപ്പോൾ ഓൺലൈനാക്കി ഇത്തിക്കരയ്ക്കാണ്. നേരെ കൊട്ടിയത്തോട്ട് പോട്ടെ. കൊട്ടിയത്ത് ചെന്നാലേ ഓർഡർ കിട്ടു. നല്ല അടിപൊളി മഴ ഗൈസ്. കൊട്ടിയത്ത് ഞാൻ എത്തിയില്ല, അതൊരു അടിപൊളി മഴ പെയ്യുന്നു. സൊമാറ്റോയ്ക്ക് മഴ നല്ലതാണ്, പക്ഷേ വീഡിയോ എടുക്കാൻ മഴ നല്ലതല്ല ഗൈസ്. അപ്പോൾ ഇന്നലെ ഈ മഴ പെയ്തായിരുന്നു, ഇന്ന് മഴ പെയ്യണ്ട. ഇന്നെനിക്ക് വീഡിയോ എടുക്കാനുള്ളൂ. മഴ പെയ്താൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് 12:30 ആയി കേട്ടോ. 12:30 ആയി. 12:24 ഓർഡറൊന്നും അടിച്ചില്ല കേട്ടോ. 12:30 ആവും കൊട്ടിയത്ത് ഓർഡർ അടിക്കാൻ. നമുക്ക് ഫുൾ ഇൻസെൻറ്റീവ് അടിക്കില്ലെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാവും. ഒരു 12 മണി തൊട്ട് ഒരു 3 മണി വരെയുള്ള സമയത്ത്, ഇതെൻ്റെ റെയിൻകോട്ടാണ് കേട്ടോ. 3 മണി വരെയുള്ള സമയത്തിൻ്റെ ഇടയിൽ ഒരു 4-5 ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്ന് ഫുൾ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ 12 മണി തൊട്ട് 3 മണി വരെ 2 ഓർഡർ അടിച്ചിട്ട് അന്ന് ഫുള്ളൊക്കെ അടിച്ചിട്ടുണ്ട്. 2 അടിച്ച ദിവസങ്ങളിൽ ഫുൾ അടിച്ച ദിവസങ്ങളുണ്ട്. കൂടുതലും നമുക്ക് ഒരു 12 ടു കൊല്ലത്ത് ഒരു 3 കൊട്ടിയത്ത് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 4-5 ഓർഡർ അടിച്ച് നമുക്ക് അന്ന് ഫുൾ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ന് എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. മഴയായിപ്പോയി. മഴയത്ത് ഓർഡർ കൂടുതൽ കിട്ടും. 12:31 ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ആ കൊട്ടി അടുത്ത് തന്നെയാണ്. ഇവിടെ എന്നാലും ഓർഡർ അടിക്കുമല്ലോ. അതാണ്ട് ഇവിടെ റമീസ് റെസ്റ്റോറൻറ്റ് ഒരു ഗ്യാരൻറ്റി ഓർഡർ അടപ്പുണ്ട്. ഇതും പ്രതീക്ഷിച്ചാണ് ഞാൻ നിൽക്കുന്നത്. ഗ്യാരൻറ്റി ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ, റമീസ് റെസ്റ്റോറൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാലേ അതുവഴി പാലത്തിൻ്റെ അടിയിൽ കൂടെ കറങ്ങണം. അവിടെ ഭയങ്കര ബ്ലോക്കാണ്. ഇതാപ്പം വേണ്ട, ഇതുവഴി കയറി അതുവഴി ചാടി അങ്ങനെ അങ്ങ് പോകാം. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാണ്. ഇത് ആർക്കടിക്കും, ആർക്കടാ ഈ ഓർഡർ അടിക്കുക. 20 രൂപ റെയിൻ ചാർജ് തൊട്ട്. കൊല്ലം സെൻട്രി മാത്രമേ ഉള്ള റെയിൻ ചാർജ്. ഞാൻ ഫോട്ടോ ഒക്കെ ഇട്ട് അയച്ചു കൊടുത്തല്ലേ ഗൈസ്. ഈ കൊട്ടിയത്തെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊട്ടിയത്ത് റെയിൻ ചാർജ് ആക്റ്റീവ് ആകാൻ ഭയങ്കര പാടാണ്. നമ്മളിപ്പോൾ ഫോട്ടോ ഇട്ട് എടുത്താൽ റെയിൻ ചാർജ് ആക്റ്റീവ് ആവില്ല. കൊല്ലത്ത് ഫോട്ടോ പോലും ഇടണ്ട, മഴ ഒന്ന് ചാറ് കുറഞ്ഞാൽ തന്നെ റെയിൻ ചാർജ് ഓണാവും.
കൊട്ടിയത്ത് അങ്ങനെയുള്ള പ്രശ്നം എന്താ വേണ്ട ഇത്രയും മഴ പെയ്തേ ഇത്രയും മഴ പെയ്തിട്ട് എന്താണ് അവർ റെയിൻ സർജ് ഓണാക്കിയിട്ടില്ല കൊട്ടിയത്ത്. കണ്ടോ 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 സങ്കടമുണ്ട്. ഈ ഗ്യാരണ്ടി ഓർഡർ ഇതെന്താ വരാത്തത്? 12:30 ആയല്ലോ. ഓർഡർ വാ, അങ്ങോട്ട് വാ 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 വാ. ഇന്തൊരു ഗുജാര ഇന്തൊരു ഗുജാര ഇന്തൊരു ഗുജാര ഇന്തൊരു ഗുജാര. കയറുവാ കയറുവാ, ഓർഡർ കയറുക, ഓർഡർ പിടിക്കട്ടെ. ഓർഡറേ വാ ഓർഡറേ വാ, ഒരു ഓർഡറേ വാ, വന്ന് കിടക്കുമല്ലേ. ഐഷ് ഇറങ്ങിയുള്ളു ഫസ്റ്റ് ഓർഡർ. ഞാനേ ഏതൊരു ഗ്യാരണ്ടി ഓർഡർ കിടന്നടാ റമീസിൻ്റെ. അവിടെ നിന്ന് അതുവഴി പോകാനെന്നും പറഞ്ഞ് ഇത്രയും നേരം അവിടെ നിന്ന് അടിച്ചില്ല. അങ്ങനെ ഒന്നും ഇവിടെ വന്നപ്പോൾ റമീസ് അടിച്ചു. ഇത്രയും നേരം ഞാൻ 12:15 വന്ന 1/2 മണിക്കൂർ അവിടെ നിന്ന്. ആ നമുക്ക് 12:15 കയറണം. അങ്ങനെയൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. ഞാൻ ഇത്രയും നേരം റമീസിൻ്റെ അവിടെ നിന്ന് അടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ 12:45 വേണ്ട 12:50 ഞാനങ്ങനെ തിരിച്ച് അടിച്ചില്ല. നേരെ ചിക്കിങ്ങിൻ്റെ അവിടെ വന്ന് നിന്ന്. അവിടെ വന്നപ്പോൾ ആ റമീസിൽ ഓർഡർ അടിച്ച് കഴിച്ചു. അവിടെ ഇവിടെ വന്നാലുള്ള പ്രശ്നം എന്താ, ഇനി റമീസിൽ പോകണമെങ്കിൽ ബ്ലോക്കൊക്കെ ഇടയിൽ കൂടെ കുത്തി കയറ്റി ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ യൂട്ടേൺ അടിച്ച് വീണ്ടും അങ്ങ് പോകണം. അവിടെ ഇന്നായിരുന്നെങ്കിൽ പിന്നെ ആ പ്രശ്നം ഇല്ലായിരുന്നു കേട്ടോ, ബ്ലോക്കിൽ പെടണ്ട. ഇതാണ് പ്രശ്നം, ഇതാണ് കൊട്ടിയത്തിൻ്റെ പ്രശ്നം. ഈ പാലം പണി കഴിഞ്ഞായിരുന്നെങ്കിൽ ഇന്നലെ നിങ്ങൾ അറിഞ്ഞോ ഗൈസ്, രണ്ട് ഈ കോൺക്രീറ്റ് ബ്ലോക്ക് ഉണ്ടല്ലോ, ഇത് ഒരെണ്ണം അടന്ന് ഒരു സ്ത്രീയുടെ പിറത്ത് വീണു. സ്കൂട്ടർ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ പിറത്ത് ഈ കോൺക്രീറ്റ് ബ്ലോക്ക് വീണു. കാലിന് ചെറിയ പരിക്ക് പറ്റിയെന്നാണ് പറയുന്നത്. ഈ ബസ്സുകാരെ ഇതിലെ പോയില്ലായിരുന്നെങ്കിൽ നമുക്കങ്ങ് പോകാമായിരുന്നു അല്ലേ. ഇത് കാരണമാണ് എനിക്കറിയാം റമീസിൽ നിന്ന് ഗ്യാരണ്ടി ഓർഡറാണ്, അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് കാരണമാണ് ഞാൻ അവിടെ താറി നിന്നത്. അടിക്കുന്നെങ്കിൽ അത് വഴി കയറി പോകുന്നു. ഇവിടെ അടിച്ചാലുള്ള പ്രശ്നം ഇതാണ്. ഫുഡ് അവിടെ റെഡിയായി ഇരിപ്പുണ്ട് അതല്ലേ. ഇത് കാരണമാണ് ഞാൻ അവിടെ നിന്നത്. നമുക്ക് ഇവിടെ നിൽക്കാടെ. എന്താ അപ്പോഴേ ഇവിടുന്ന് തന്നെ കട്ട് ചെയ്ത് പാലത്തിൻ്റെ അടിയിൽ കൂടെ കുത്തിക്കയറ്റി കയറിപ്പോ. അയ്യോ ഇതിൻ്റെ അടുത്ത് പോകാൻ പേടിയാ. ഇത് ഇന്നലെ വീണെന്നേ, ഇതിൻ്റെ ബെൽറ്റ് പൊട്ടി. ഇത് പിടിച്ച് ബെൽറ്റ് പൊട്ടി ഇനി വീണ്. എൻ്റെ അമ്മോ എത്ര ടെണ്ണ് കാണും ഇതല്ലേ. നമുക്ക് ഇതുവഴി അങ്ങ് കയറിപ്പോ. ഇനി അതേ നടക്കും കേട്ടോ. ബൈക്കിലൊക്കെ പോകുന്നവർ ഇവിടെ ഈ മണ്ണിട്ട് സെറ്റ് ചെയ്താൽ പിന്നെ കുഴപ്പമില്ല, ഉറച്ചു കഴിഞ്ഞാൽ. ഇതിങ്ങനെ ഏറ്റവും മേളിൽ ബെൽറ്റ് വെച്ച് പിടിച്ച് വെച്ചേക്കുവാണ്. ആ ബെൽറ്റ് അങ്ങ് പൊട്ടും കേട്ടോ. അപ്പോൾ ബൈക്കിലൊക്കെ പോകുന്നവർ ഇവിടുന്ന് ഇങ്ങോട്ട് മാറി പോവുക. കാറിൽ പോകുന്നവർ ആ കാറിൻ്റെ പ്രൊട്ടക്ഷനെങ്കിലും ഉണ്ടല്ലോ. ഇത് വന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് കാറ്. നമ്മളങ്ങനെ റമീസിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഫുഡ് റെഡിയാണ്. റീച്ചഡ് ലൊക്കേഷൻ. സെൽഫി. ഇപ്പം സെൽഫി എടുക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കും. ഇത് എങ്ങോട്ടാന്ന് നോക്കി. ചാത്തന്നൂരാണെങ്കിൽ പള്ളി കൊല്ലത്തേക്ക് അടിച്ചു തന്നു. അപ്പോൾ കൊട്ടിയത്ത് ആ ബ്ലോക്കിൽ നിന്ന് ഒഴിവായി ഗൈസ്. 92:39 ചിക്കൻ ഫ്രൈഡ് റൈസ്. നമ്മൾ ഈ ഐറ്റംസും കൂടെ നോക്കണേ.
ചിലപ്പം ഈ ഹോട്ടലിലൊന്നും കുഴപ്പമില്ല, ചില ഹോട്ടലിൽ ഈ ജ്യൂസ് കാര്യങ്ങളായിട്ടൊക്കെ വേറെ അടുത്തായിരിക്കും, അപ്പോൾ അത് ഇതിൻ്റെ കൂടെ വയ്ക്കത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എടുക്കത്തില്ല. അപ്പോൾ ഈ ജ്യൂസ് ഐറ്റംസൊക്കെ നമുക്ക് അറിയാമല്ലോ കവറിലുള്ള കാര്യം, അപ്പോൾ ഐറ്റംസും കൂടെ നോക്കണം. നേരെ വടക്കേവിളയാണ് പള്ളിമുക്ക്, നേരെ കൊല്ലത്തേക്ക് വിടാം. അങ്ങനെ നമ്മൾ പള്ളിമുക്ക് എത്തി ഗൈസ്. കഹുവയിലൊന്നും ആരും ഇല്ല കേട്ടോ. ഇപ്പോഴും അടുത്ത ഓർഡർ പെട്ടെന്ന് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് പെട്ടെന്ന് ഡെലിവറി ആയാട്ടെ. ഇവിടെ അടുത്ത് തന്നെയാണ്, ഇവിടുന്ന് ഇനി 260 മീറ്ററേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഓർഡർ ഡെലിവറി ചെയ്തു. 53 രൂപയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഗൂഗിളിനെ അവിടെ വെച്ച് കണ്ടേന്നില്ലല്ലോ. ആ കഹുവയിൽ ഗ്യാരണ്ടി ഓർഡർ ഉണ്ട്, അപ്പോൾ അടിക്കും. ഒരു ചെറിയ 2-3 ഓർഡറൊക്കെ അടിച്ചു തരണേ. ചെറിയ ഓർഡർ കിട്ടിയിട്ട് കഴിഞ്ഞ ദിവസം മൊത്തം ഫുള്ളായിരുന്നു. അപ്പോൾ ചെറിയ ഓർഡറിന് വേണ്ടി കൊതിക്കുകയാണ്. ഒരു 2-3 ചെറിയ ഓർഡർ കിട്ടും. ഒരു 3 മണി വരെ ചെറിയ ഓർഡർ അടിച്ചു, 3 മണി കഴിഞ്ഞ് ലോങ് അടിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ പീക്ക് ടൈമിൽ ലോങ് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് പൈസ അധികം കിട്ടും, പക്ഷേ നമ്മൾ ഓർഡറിൻ്റെ എണ്ണവും കുറയും. ഈ പീക്ക് ടൈമിൽ ചെറിയ ഓർഡർ അടിച്ചാൽ അടുപ്പിച്ച് ചെറിയ ഓർഡർ കിട്ടാനും സാധ്യതയുണ്ട് കേട്ടോ. ഇന്ന് ഓർഡർ കുറവാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഡിലേ പറ്റില്ല. ഡെലിവറി ചെയ്ത ഉടനെ അടുത്ത ഓർഡർ ഇങ്ങനെ വരണം, എങ്കിലേ നമുക്കൊരു ഇതുള്ളൂ. അങ്ങനെ അടിക്കണമെങ്കിൽ എറണാകുളത്ത് തന്നെ പോകണം കേട്ടോ. പറയാനൊക്കെ പറഞ്ഞു. ഇല്ല കളയത്തില്ല, ഇടും ഞാൻ. ഏതാ ഗ്യാരണ്ടി ഓർഡർ അടിച്ച് വന്നതാണോ? നമുക്ക് രണ്ടാമത്തെ ഓർഡർ അടിച്ചേക്കുന്ന 1:22 കേട്ടോ. അത് കഹുവെന്നല്ല, കഹുവയിൽ അവിടെ നിന്നപ്പോൾ ഇവിടുന്ന് കേക്ക് ആൻഡ് കേക്സിൽ നിന്ന് അടിച്ച് റീച്ചിട്ട് ലൊക്കേഷൻ കൊടുക്കാം. ഫുഡ് റെഡിയല്ല. അവിടെ ഒരു ഗ്യാരണ്ടി ഓർഡറിന് ഒരു 3-4 പേര് വന്നു. ആ ഗ്യാരണ്ടി ഓർഡറിന് തപ്പി, അതിൽ വേറൊരാൾ കിട്ടി. അപ്പം നമുക്ക് കിട്ടിയില്ല. നമ്മൾ കേക്ക് ആൻഡ് കേക്സിലേക്കാണ്. ഇത് ചെറിയ ഓർഡറാണ് കേട്ടോ. കൊല്ലത്ത് തന്നെ ചെറിയ ഓർഡർ ഇങ്ങനെ കുറച്ച് കിട്ടും. കല്ലംതാഴം അയത്തിൽ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ആയിരിക്കും മാക്സിമം. ഫ്രണ്ട്സ്, അങ്ങനെ 6:15 ഗൈസ്. എല്ലാ ചെറിയ ഓർഡേഴ്സ് ആയിരുന്നു. പിന്നെ ആണെങ്കിൽ 7 ഓർഡർ ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഫുൾ ഇൻസെൻറ്റീവ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതായത് നമുക്ക് 500 ഇൻസെൻറ്റീവ് ആയതിനു ശേഷം ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്നലെയാണ് 500-ൻ്റെ ഇൻസെൻറ്റീവ് ആയത്. അതിനുശേഷം ഇതുവരെ എന്ന് പറഞ്ഞാൽ ഇന്നലെ അടിച്ചില്ല. ഇന്നലെ ഫസ്റ്റ് ഇൻസെൻറ്റീവ് അടിച്ചത്. ഇന്നും അടിക്കാനുള്ള സാധ്യത കുറവാണ്. നമുക്ക് നോക്കാം. രസം ഓർഡർ അടിച്ച് ഗൈസ്, ഓർഡർ അടിച്ച് ഒബാമയിൽ നിന്ന് അടിച്ചത്. ചെറിയ ഓർഡറാണ്, 4.5 കിലോമീറ്ററുള്ള ഓർഡർ ഗൈസ്. അങ്ങനെ 11:56 12 മണിയാവും പോകുന്നു. 17 ഓർഡർ ആയിട്ടുള്ള ഇത് 18ാമത്തെ ഓർഡറാണ്. പിന്നെ ഞാൻ 12 to 1 കൂടെ എടുത്തേ. ഞാൻ തിരിച്ച് കൊല്ലത്ത് വന്നതിന് ശേഷം ഇതുവരെ 500 ഇൻസെൻറ്റീവ് ഞാൻ നേടിയിട്ടില്ല. കാരണം എനിക്ക് 2 ആഴ്ചയും 350 ആയിരുന്നു ഇൻസെൻറ്റീവ്. വന്ന 2 ദിവസം ഉള്ളായിരുന്നു 500 ഇൻസെൻറ്റീവ്. അത് കഴിഞ്ഞ് 350 ആയി. 2 ആഴ്ച 350 ആയിരുന്നു കേട്ടോ. അപ്പോൾ 500 ആയിട്ട് ഇപ്പോൾ 2 ദിവസമായുള്ളൂ. ഇന്നലെയും ഫസ്റ്റേ അടിച്ചുള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് ഫുൾ അടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ കിട്ടുമോ എന്നറിയത്തില്ല. ഇത് 18ാമത്തെ ഓർഡർ, 12 മണി. ഞാൻ 12 to 1 കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കുറച്ച് മുമ്പേ വന്നൊരു ഓർഡർ 12 കിലോമീറ്ററിൻ്റെ ഒരു ഓർഡറാണ് കേട്ടോ. ഞാനതങ്ങ് ഡിലേ ചെയ്തു കേട്ടോ. ഒരെണ്ണം ഞാൻ ഡിലേ ചെയ്ത് നമുക്ക് ഇവിടെ കാണാം കേട്ടോ. രണ്ടെണ്ണം ഡിലേ ചെയ്യാം ഒരു ദിവസം. അതിൽ ഒരെണ്ണം ഞാൻ ഡിലേ ചെയ്തു. 12 കിലോമീറ്റർ എനിക്ക് ഓടാൻ വയ്യ. ഒരുപാട് മഴയൊക്കെ ഉണ്ടായിരുന്നു. ടോട്ടൽ 17 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 1058 രൂപ ആയിട്ടുണ്ട്. അതിൽ 125 രൂപ ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട്. 19 ഓർഡർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 375 കിട്ടും. പിന്നെ ഒരു ഓർഡറും കൂടെ ആയാൽ 500 കിട്ടും. ഇനി നമുക്ക് ഇത് കൊടുത്തിട്ട് പിന്നെ 2 ഓർഡറും കൂടെ വേണം. അത് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ചെറിയ ഓർഡറാണ്, ചെറിയ സ്ഥലത്താണ് കൊടുക്കേണ്ടത്.
ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ് കേട്ടോ, റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ ഗേറ്റിൻ്റെ അവിടെയാണ്. ഗീതം തട്ടുകടയില്ല, പഴയ വീഡിയോ കണ്ടവർക്ക് അറിയാം. പണ്ട് ആ ഗീതം ഹോട്ടലായിരുന്നു ഇത്. ഇപ്പോൾ ഇത് രാജ് റെസ്റ്റോറൻറ്റാണ്. ഇത് ഓപ്പൺ ആക്കിയിട്ട് ശേഷം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ ഫുഡ് എടുക്കാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ ഓർഡർ വളരെ കുറവായിരുന്നു. വളരെ കുറവ്. രാത്രിയാണ് പിന്നെ ഓർഡർ അടിച്ച് തുടങ്ങിയത്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ 19ാമത്തെ ഓർഡർ അങ്ങനെ ഡെലിവറി ചെയ്ത് നമുക്കിപ്പം 12:36 കേട്ടോ. 1 മണി വരെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഗോ ഹോം കൊടുത്തിട്ടിരിക്കുകയാണ്. ഇനി ഒരു ഓർഡറും കൂടെ അടിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് 1293 രൂപ കയറിയിട്ടുണ്ട്, 375 കയറിയിട്ടുണ്ട്. ഇനി ഒരു 125 കൂടെ ഇൻസെൻറ്റീവ് കിട്ടും, ഒരു ഓർഡറും കൂടെ കിട്ടിയ. പിന്നെ 12 മണി കഴിഞ്ഞ് പിന്നെ ഈ എടുത്ത ട്രിപ്പിന് 85 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗോ ഹോം കൊടുത്തിട്ട് കൊട്ടിയത്തോട്ടൊരു ഓർഡർ കിട്ടിയാൽ അടിപൊളിയായിരിക്കും. 19 ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഓർഡറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കൊല്ലത്ത് വന്നതിന് ശേഷം 500 രൂപ ഇൻസെൻറ്റീവ് കിട്ടുന്ന ആദ്യത്തെ ദിവസമാണ്. 2 ആഴ്ച നമുക്ക് 350 മാത്രമേ ഉള്ളായിരുന്നു ഫുൾ ഇൻസെൻറ്റീവ്. അങ്ങനെ ഫ്രണ്ട്സ്, നമുക്ക് 20ാമത്തെ ഓർഡർ അടിച്ചിരിക്കുകയാണ്. 12:53 ആ ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് അടിച്ചത്. ഞാൻ പോയി ഫുഡ് എടുക്കട്ടെ. 16:20 ഓരി എടുക്കട്ടെ. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഇത് ലാസ്റ്റ് ഓർഡറാണ് ഇന്നത്തെ. അപ്പോഴും നമുക്ക് ഇന്ന് 500 രൂപ ഇൻസെൻറ്റീവ് കിട്ടും. നമുക്ക് 30 രൂപ ടിപ്പും ഉണ്ട് കേട്ടോ. ജോഷി ക്ലമൻറ്റ് ഇവിടുന്ന് ഇത് ഒരു എത്ര കിലോമീറ്റർ ഉണ്ട്? 2 കിലോമീറ്റർ. കൊല്ലത്ത് വന്നതിന് ശേഷം 2 ആഴ്ച ഓടാത്തതിനെ കൊണ്ട് എൻ്റെ ഇൻസെൻറ്റീവ് ചെറിയ ഇൻസെൻറ്റീവിലേക്ക് കുറച്ച്, അതായത് 350 രൂപ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് മിക്കുള്ള ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു 350 രൂപ ഇൻസെൻറ്റീവ്. അപ്പോൾ ഈ ആഴ്ച ഇന്നലെ തൊട്ട് വീണ്ടും 500 ആയിട്ടുണ്ട് ഇൻസെൻറ്റീവ്. അങ്ങനെ 500 രൂപ ഇൻസെൻറ്റീവ് ആയതിനു ശേഷം നമുക്ക് ഇതൊക്കെ ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞാണല്ലോ. ഇത് ഉച്ചയ്ക്ക് 12 മണി, രാത്രി 12 മണി കഴിഞ്ഞ്, അപ്പോൾ ഉച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് 500 രൂപ കിട്ടുന്ന ഒരു ദിവസമാണിന്ന് ഇൻസെൻറ്റീവ്. ഇത് ഏകദേശം 450-ൻ്റെ അടുത്ത് എണ്ണ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലവ് കഴിഞ്ഞ് ഏകദേശം ഒരു 1000 രൂപ കിട്ടുന്നുണ്ട് ഇന്ന്. നമുക്ക് എത്ര രൂപ കിട്ടുമെന്ന് ടോട്ടൽ നോക്കാം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ആ ഓർഡർ ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. 20ാമത്തെ ഓർഡർ. 20 തയ്ക്കാൻ പെട്ട പാട്. 1 മണിക്കൂർ അതേ നിന്ന്. 12 മണിക്കാണ് സാധാരണ പോകുന്നത്. 1 മണിക്കൂർ. അപ്പോൾ ഏകദേശം 7 മണിക്ക് ശേഷം ഏകദേശം 13 ഓർഡറാണ് കിട്ടിയത്. ഇങ്ങോട്ടാണ് തിരിഞ്ഞത് ഞാൻ. യെസ്, ഇങ്ങോട്ടല്ലേ തിരിഞ്ഞത്. ഈ പാലം കണ്ടില്ലായിരുന്നല്ലോ. ഇങ്ങോട്ട് വന്നപ്പോൾ ഈ പാലം ഇല്ലായിരുന്നല്ലോ. ഇങ്ങോട്ടല്ല തിരിഞ്ഞത്, അങ്ങോട്ടാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം കേട്ടോ. ഈ ട്രിപ്പിന് ടിപ്പ് സഹിതം 74 രൂപ കിട്ടി. ഓ മൈ ഗോഡ്. അപ്പോൾ നമ്മളെന്തായാലും ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മൾ 12 മണിക്ക് ശേഷം 2 ട്രിപ്പ് എടുത്ത് അത് 129 രൂപ കിട്ടിയിട്ടുണ്ട്. ഈ വഴി തന്നെ. ഈ വഴി തന്നെ. ഈ ഹമ്പ് ഞാൻ ചാടിയായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 500 രൂപ ഇൻസെൻറ്റീവ് കിട്ടിയേ. 1418 രൂപ, 1419 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ടോട്ടൽ നോക്കുകയാണെങ്കിൽ 1418 രൂപ ഒരു 129 രൂപയും കൂടെ കൂട്ടണം. അപ്പോൾ 1500 സംതിങ് രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 1418 100 1518 20 ഓക്കെ 1550 അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു 450 രൂപയുടെ 500 രൂപ കൂട്ടാം 1000 രൂപയാണെന്ന് കിട്ടിയത്.
ഇട്ടിരിക്കുന്നത്. 450 രൂപയുടെ എണ്ണ അടിച്ചാൽ എണ്ണ ബാക്കി കിടപ്പുണ്ട്. ഓക്കെ, പിന്നെ ഇന്നലെ നമ്മളെ ക്ലച്ച് കേബിൾ മാറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ക്ലച്ച് പൊട്ടിപ്പോയി കഴിച്ചു. അത് ഭയങ്കര സംഭവമായിരുന്നു. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ ഒരു ഓർഡർ കൊടുക്കാനായിട്ട് പൊക്കിയിട്ടിരുന്നപ്പോൾ ക്ലച്ച് പിടിച്ചപ്പോൾ ഭയങ്കര ലൂസ് നോക്കിയപ്പോൾ പിരിയെല്ലാം പൊട്ടി 1-2 പിരി മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് ഓർഡർ കൊടുക്കാൻ സെക്കൻഡ് ഇട്ടിട്ട് സെക്കൻഡ് തന്നെ ഇങ്ങനെ പോയി. പിന്നെ ക്ലച്ച് പിടിക്കാനുള്ള പിന്നെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ വണ്ടി നിർത്താൻ വേണ്ടി മാത്രമേ ക്ലച്ച് പിടിച്ചോളൂ. അല്ലാതെ സെക്കൻഡിൽ തന്നെ ഉരുട്ടി ഏകദേശം 3 കിലോമീറ്റർ പോയി ഫുഡ് കൊടുത്തിട്ട് തിരിച്ച് 6 മണിയല്ലേ, 6 മണിക്ക് എന്താണ് ഇതൊന്നുമില്ല, കടകളൊന്നും തുറന്നില്ല. സ്പെയർ പാർട്സ് കടയൊന്നും നമുക്ക് അവൈലബിൾ അല്ല, കിട്ടത്തില്ല. അതൊക്കെ അടച്ചു പോയി. പിന്നെ പള്ളിമുക്കി തപ്പി പിടിച്ചൊരു കട വന്ന് കണ്ട് ഏകദേശം 150 രൂപ ഇങ്ങനെയൊക്കെയുള്ള ചിലവുകൾ വരും. അതാണ് പ്രശ്നം. 150 രൂപ എടുത്ത് അത് ലോക്കൽ ക്ലച്ചേ ഉള്ളൂ, അത് പെട്ടെന്ന് പോകും. ഇനി ഒറിജിനൽ ഒരെണ്ണം വാങ്ങി പിന്നെ സ്പെയർ ആയിട്ട് വെച്ചിരിക്കണം. അപ്പോൾ 150 രൂപയ്ക്ക് വാങ്ങിച്ച് ഞാൻ തന്നെയാണ് മാറിയത് കേട്ടോ. ഞാൻ തന്നെയാണ് ക്ലച്ച് കേബിൾ, ആക്സിലേറ്റർ കേബിൾ ഒക്കെ മാറുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഓൾ ഇന്ത്യ സൊമാറ്റോ വ്ളോഗ്, നമ്മളെ ഡ്രീം പ്രോജക്റ്റ് നമുക്ക് ചെയ്യണം. കുറച്ച് കഴിയട്ടെ. നമുക്ക് മിക്കവാറും ഓണം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളെ സപ്പോർട്ട് വേണം. അതുവരെ നമ്മൾ ഇവിടുത്തെ സൊമാറ്റോ വ്ളോഗായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ സമയം കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഇവിടുന്ന് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 30 കിലോമീറ്റർ, 30 വരത്തില്ല, 25 കിലോമീറ്റർ എന്തായാലും വരും. അപ്പോൾ 25 കിലോമീറ്റർ വരപ്പോഴേ ഇപ്പം 1 മണിയായി. ഞാൻ വീട്ടിൽ എത്തപ്പോഴത്തേക്ക് 2 മണി എന്തായാലും കഴിയും. പിന്നെ കുളിച്ച് കിടക്കുമ്പോൾ 3 മണിയാവും. ഉറങ്ങുമ്പോൾ ഏകദേശം 3:30. പിന്നെ 10 മണിക്ക് എണീക്കണം. ഇതിൻ്റെ ഇടയിൽ എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് വീഡിയോ കുറയുന്നത്. നമ്മൾ എറണാകുളത്തും കോഴിക്കോട് അവിടെയൊക്കെ പോകുമ്പം സോണിനുള്ളിൽ തന്നെ ആയിരിക്കും നമ്മളെ റൂം. അപ്പോൾ നമുക്ക് സമയം കൂടുതൽ കിട്ടുന്നുണ്ട്, നമ്മൾ എഡിറ്റിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം എഡിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ എഡിറ്റ് ചെയ്യണമെങ്കിൽ പ്രത്യേക ഒരു ദിവസം ലീവ് എടുത്ത് ഓടാതിരുന്നാലേ എഡിറ്റ് ചെയ്യാനുള്ള ഇതുള്ളൂ കേട്ടോ, സമയം കിട്ടുന്നു. അപ്പോൾ സമയം തീരെ ഇല്ല എന്ന് വെച്ചാൽ ഇല്ല. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.